ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു വളരെ ഈസി റെസിപ്പിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത്ര ഈസി ആയിട്ടുള്ള റെസിപ്പികൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മെഴുക്കുവരട്ടിയേക്കാൾ കുറച്ച് വ്യത്യസ്തമായി 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു മെഴുക്കുവരട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് വെണ്ടയ്ക്ക തന്നെയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവോളയാണ്. നിങ്ങൾക്ക് സവോളയ്ക്ക് പകരമായിട്ട് 10-20 ഉള്ളി എടുക്കാം കേട്ടോ. ഉള്ളി ചേർക്കാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ എല്ലാവർക്കും ഉള്ളി ചേർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിരിക്കില്ല. കുറേ സമയം ഉള്ളി നന്നാക്കി എടുക്കാൻ വേണ്ടി പോവും. അതുകൊണ്ടാണ് നമ്മൾ സവോള എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാം. സാധാരണ മെഴുക്കുവരട്ടി കട്ട് ചെയ്യുന്ന പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നത്. സാമ്പാറിലൊക്കെ വെണ്ടയ്ക്ക കട്ട് ചെയ്യില്ലേ, ആ രീതിയിലാണ് ഞാനിപ്പോൾ വെണ്ടയ്ക്ക കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വലിപ്പത്തിലുള്ള വെണ്ടയ്ക്ക 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ്. ഇത്രയും വലിപ്പമുള്ള പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ല വെണ്ടയ്ക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇളയ വെണ്ടയ്ക്കാണ്. മൂപ്പ് കൂടിയ വെണ്ടയ്ക്കാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ സവോളയും നീളത്തിൽ കട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കുന്ന കാര്യങ്ങൾ പറയാം. നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിയിൽ ചേർക്കാത്ത 1-2 കാര്യങ്ങളും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ വെണ്ടയ്ക്ക മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സവോളയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ചെയ്യാം എന്താണ് വെണ്ടയ്ക്കയുടെ ഈ തുമ്പ് കട്ട് ചെയ്ത് കളയാത്തതെന്നുള്ളത്. എനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത് തന്നതാണ് ഈ തുമ്പ് കളയരുത്, ആ തുമ്പും കൂടി ചേർത്തിട്ട് കറി ഉണ്ടാക്കുമ്പോഴോ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തുമ്പ് കളയാതെ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മെഴുക്കുവരട്ടി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടി റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ നാടൻ മെഴുക്കുവരട്ടികളൊക്കെ ചെയ്യാം കേട്ടോ. അതെപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം കടുക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കാം. വെണ്ടയ്ക്ക 2 രീതിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർക്കാം. എൻ്റെ കയ്യിലുള്ള പച്ചമുളക് വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊന്ന് കുറുകെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ സവോള അല്ലെങ്കിൽ ഉള്ളി നിങ്ങൾ എടുക്കുന്നത് ഏതാണോ അത് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ കളറിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മതി. കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുരുമുളക് പൊടി നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്, ആദ്യമേ തന്നെ അല്ല. ഉപ്പും ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, ഉപ്പും ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഉള്ളിയാണെങ്കിലും ഇതുപോലെ തന്നെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ തന്നെ ഇരുന്നിട്ട് കുക്കായി വരട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇത്തിരി കുഴഞ്ഞ രീതിയിലുള്ള മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഞാനിത് കുറച്ച് കുഴഞ്ഞ രീതിയിലുള്ള ഒരു മെഴുക്കുവരട്ടിയായിട്ടാണ് ചെയ്യുന്നത്. വല്ലാതെ ഡ്രൈ ആയിട്ടിരിക്കുന്ന രീതിയിലല്ല. അപ്പോൾ ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, പൊടികൾ കരിഞ്ഞു പോവും. വെണ്ടയ്ക്കയിൽ നനവുണ്ടെങ്കിലും പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, നമ്മളെല്ലാ പൊടികളും ഒരുമിച്ച് തന്നെ ചേർത്തതുകൊണ്ട്. അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക്.
ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തു. അപ്പോൾ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഉപ്പ് ചേർക്കാം. വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഈ കുരുമുളകിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല എരിവുണ്ടാവും. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ. നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന കുരുമുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അത്ര എരിവുണ്ടാവില്ല. ഈ പൊടിക്ക് എരിവ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തത്. ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. വെണ്ടയ്ക്കൊക്കെ ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞ് വിട്ടുപോയിട്ടില്ല കേട്ടോ, വിടർന്നൊന്നും വന്നിട്ടില്ല, ഹാഫ് കുക്കായിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ വെണ്ടയ്ക്കയിലേക്ക് നന്നായിട്ട് ഉപ്പും എരിവൊക്കെ പിടിച്ചു വരണം. എരിവ് നമ്മുടെ പച്ചമുളകിൻ്റെ എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്, കുരുമുളക് പൊടിയുടെ എരിവൊന്നും പിടിച്ചു വരണം. പിന്നെ നമുക്ക് എരിവ് ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കുരുമുളക് പൊടി ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് കുക്കായി വരട്ടെ. ഒരു 5 മിനിറ്റും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അതുപോലെ ഒരുമിച്ചാക്കി വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. ഇടയ്ക്കൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കണം. അപ്പോൾ അടിഭാഗത്തുള്ള പീസെല്ലാം മുകളിലേക്കായിട്ട് കുക്കായി വന്നോളും. അപ്പോൾ നമ്മളിപ്പോൾ വെണ്ടയ്ക്ക തുറന്ന് വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വീണ്ടും 5 മിനിറ്റായി. വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞും പോയിട്ടില്ല. ഇതുണ്ടോ, ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. കുഴഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഈ 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴേ ഇത്രയും കൂടെ കുഴഞ്ഞ് കിട്ടുള്ളൂ. അത് ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചാണ് നമ്മൾ മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കുന്നത്. ചിലർക്ക് കുഴഞ്ഞിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുഴയാത്തതായിരിക്കും ഇഷ്ടം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ എരിവ് ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ പരിപാടി. അപ്പോൾ ഇതൊരു തൈരും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ചേർത്ത് കഴിക്കാം. ഇല്ലെങ്കിൽ നാടൻ ഒഴിച്ചുകറികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഒഴിച്ചുകറിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ള മെഴുക്കുവരട്ടി എങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കണ്ടാലോ.